വട്ടേക്കുന്നത്തിൻ്റെ ചരിത്രത്തിൽ ഏതാണ്ട് ഒരു 80 കാലഘട്ടത്തിന് മുമ്പ് വട്ടേക്കുന്നത്തിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇവിടെ നാട്ടുകാരും എല്ലാവരും ആസ്വദിച്ച് കളിക്കുകയും അതുപോലെ തന്നെ പലതരം വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു കാർബറാണ്ടത്തിൻ്റെ അധീനതയിൽ ഇരിക്കുന്ന കോട്ടക്കുന്ന്. കോട്ടക്കുന്നിൻ്റെ അകത്തുള്ള മൈതാനവും അതിൻ്റെ ചുറ്റുപാടുള്ള കിടങ്ങുകളും അതിൻ്റെ പരിസരത്ത് നിന്ന് പറിച്ചു കഴിക്കുന്ന പഴങ്ങളും എല്ലാം ഒരു സ്മരണയാണിപ്പോൾ. അപ്പോൾ വട്ടേക്കുന്നം റിവർ ടൂറിസം ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഒരു ഭാരവാഹി എന്നുള്ള രീതിയിൽ ഈ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയായിരിക്കുന്ന അബ്ദുൽ ഗഫൂർ പ്രസ്താവിച്ചത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ടൂറിസം ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ കോട്ടക്കുന്നും ജനങ്ങൾക്ക്, ഇന്നത്തെ പുതിയ തലമുറകൾക്കും കയറി കാണുവാനും ആസ്വദിക്കാനും ഒരു സൗകര്യം ചെയ്യാമെന്ന് പറയുന്നുണ്ട് കമ്പനിയുമായി ആലോചിച്ചിട്ട്. അത് എത്രയും വേഗം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ ജനങ്ങൾക്കും, പൊതുജനങ്ങൾക്കും അത് കയറി കാണുവാനും ആസ്വദിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പേര് അബ്ദുൽ കരീം. ഞാൻ മുട്ടാർ ജംഗ്ഷനിൽ തന്നെയാണ് ജനിച്ചു വളർന്നത്. ഇത് ആധികാരികമായിട്ട് ഇത് പറയാൻ കാര്യം, ഞങ്ങളുടെയും കൂടി സ്ഥലം കമ്പനിക്ക് എടുത്താണ്. അന്ന് 1962 എൻ്റെ ഓർമ്മ. അന്ന് ലാൻഡ് അക്വിസിഷൻ ഒരു പൊന്നും വില ഒരു വകുപ്പുണ്ടായിരുന്നു. അങ്ങനെ നിസ്സാര കാശിനാണ് ഞങ്ങൾ സ്ഥലം എടുത്തത്. അപ്പോൾ 50 സെൻറ്റ് സ്ഥലം അവിടെ നമുക്ക് കമ്പനിക്ക് കൊടുത്താൽ നമുക്ക് 5 സെൻറ്റ് മേടിക്കാൻ പറ്റില്ല. അത്തരത്തിലാണ് ഞങ്ങൾക്ക് പൈസ തന്നത്. അത് വ്യക്തിപരമായ വിഷയമാണ്. നമുക്ക് പറഞ്ഞു വരുന്നത്, അവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നു. അതൊരു വിനോദ കേന്ദ്രം പോലെയാണ്, ഒരു പൗരാണികമായ ഒരു ചരിത്ര വസ്തുവായിട്ട് കാണേണ്ടതാണ്. അതിൻ്റെ ഉള്ളിൽ ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ചുറ്റും കിടങ്ങ്, അന്നത്തെ പഴയ കാലത്തെ ഒരു യുദ്ധത്തിൻ്റെ ഒരു പട്ടാളക്കാരുടെ കേന്ദ്രം പോലെ. അത് ഇനി വരുന്ന എത്ര കൊല്ലം ഈ ഭൂമി ഉണ്ടാവോ അത്രയും നാളുകൾക്ക് കാണാനുള്ളൊരു വസ്തുവാണ്. അത് ഒരിക്കലും ഒരു വ്യക്തിയുടെ കയ്യിൽ പോകാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തത്, ഈ അക്വിസിഷൻ നടക്കുന്ന കാലത്ത് ഈ സ്ഥലത്തിന് അങ്ങനെ പേപ്പറൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതായത് ഈ ജഗന്നാഥൻ പിള്ള എന്ന് പറഞ്ഞൊരു വില്ലേജ് ഓഫീസറുടെ സഹായത്തോടെ അളന്ന് ആണ് ഇതിന് പേപ്പർ ഉണ്ടാക്കിയത്. അപ്പോഴും ഈ സ്ഥലം വന്ന ആളുകൾ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊഴിച്ചാണ് അളന്നതാണ് ഞങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അത് ടൂറിസം വകുപ്പോ അത് ഏതെങ്കിലും വകുപ്പോ അത് ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക്, അത് മുട്ടാറിലുള്ള ജനങ്ങളല്ല, മറ്റു പ്രദേശത്തുള്ള ആളുകൾക്ക് അവിടെ വരാനും കാറ്റ് കൊള്ളാനും ഇരിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ഇതിന് സംഭവം ഉണ്ടായി. ഒരു 10 കൊല്ലത്തിന് മുമ്പ് ഞാനാണ് അതിന് മുമ്പിൽ നിന്നത്. ഞങ്ങളവിടെ ഒരു ബോർഡ് വെച്ചു കമ്പനി പഠിക്കുക, ഇവിടെ ഇങ്ങനെ ഒരു കോട്ടയുണ്ട്, ഇത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. അങ്ങനെ ഒരു ചർച്ച ആളുകളുടെ ഇടയിലൊക്കെ ആയി. അപ്പോൾ അവിടെ ഒരുപാട് പേര് കമ്പനിയിൽ അവിടെ ജോലി ചെയ്യുന്നവർ അതിനെ എതിർത്ത് പറഞ്ഞില്ല, അത് ഒന്നും പറഞ്ഞില്ല അതേക്കുറിച്ച്. അപ്പോൾ ഞങ്ങൾ കമ്പനിയായിട്ട് സംസാരിച്ചപ്പോൾ അവർ പുരാവസ്തുവിൻ്റെ ആളെ കൊണ്ടുവന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞു. ശരി, വരട്ടെ, പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പുരാവസ്തുവിൻ്റെ എന്ന് പറഞ്ഞ് അവർ 2 ആളെ കൊണ്ടുവന്നു. അത് പുരാവസ്തുവിൻ്റെ ആളുകളല്ലായിരുന്നു. അവർ വന്നപ്പോൾ ഞങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളെ അകത്തേക്ക് കയറ്റിയില്ല. കമ്പനിയുടെ ആളുകൾ വഴി അവിടെ കോട്ടക്കുന്നൊക്കെ പോയി സന്ദർശിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ എന്തായെന്ന് ചോദിച്ചാൽ, അത് ഞാൻ കണ്ടു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ പരിശോധിക്കട്ടെ, ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അറിയട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ പത്രത്തിൽ 1-2 പത്രത്തിൽ വാർത്ത വന്നു, അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ ഒരു കോട്ട ഇല്ല. അപ്പോൾ അത് ശരിയല്ല. അതിപ്പോൾ ഇതിനിപ്പോൾ അവർ കൃത്യമായിട്ട് പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടാവും വേറെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ. അത് ഒഴിവാക്കിക്കൊണ്ട് അത് ജനങ്ങൾക്ക്, മുട്ടാറിലെ ജനങ്ങൾക്കല്ല, മൊത്തം കളമശ്ശേരിയിലുള്ള ആളുകൾക്ക് വൈകുന്നേരം വന്ന് ഇരിക്കാനും കാറ്റ് കൊള്ളാനും ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതിന് ജനങ്ങൾ വേണേൽ അതിന് സഹകരിക്കാം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സ്ഥലത്തിന് അന്ന് അളവും കൂലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. കൃത്രിമമായ അളവാണെന്ന് നടത്തിയത്. ഇപ്പം അതിനൊക്കെ പേപ്പർ ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്ന് ഗഹനമായി പരിശോധിച്ച് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നാണ് ഈ പരിസരത്ത് ജനിച്ചു വളർന്ന ഈ കമ്പനിക്ക് വേണ്ടി സ്ഥലം കൊടുത്ത എനിക്ക് പറയാനുള്ളത്.